തപസ് മുടങ്ങിയിരിക്കുന്നു. ആരോ നമ്മുടെ തപസ് ഇളക്കിയിരിക്കുന്നു. ഞാനിതെവിടാ? ഞാൻ ഒരു കാട്ടുപൊത്തിലായിരുന്നല്ലോ തപസ് ചെയ്യാനിരുന്നത്. ഇതെന്താ ഇത്രയും ലൈറ്റ് ഇവിടെ? ബിനാലെയാണോ ഇവിടെ നടക്കുന്നത്? ഭഗവാൻ വഡോദര, നിന്റെ തപസ്സിന് ഭംഗം സംഭവിച്ചിരിക്കുന്നു. അയ്യോ, അരങ്ങിയില്ല. ചത്തവന്റെ അടുത്ത് പോയി നീ ചത്തറ എന്ന് ആരെങ്കിലും പറയോ? എടാ അശരീരി, നീ അരപ്പിരി ലൂസാണ്. ഇതെന്താ ഈ ആൾക്കാരൊക്കെ എന്നെ നോക്കിയിരിക്കുന്നു? നിങ്ങളാരും മുന്നിൽ വരിക ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതെ, കാലൻ, എന്റെ കാലൻ. അതുകൊണ്ടാണ് എന്റെ ഈ തപസ് മുടങ്ങിയിരിക്കുന്നത്. അതെ, എന്റെ കാലൻ തന്നെ. ദൈവമേ, ഇത്രയും വർഷമായി ഞാൻ നേടിയെടുത്ത എന്റെ വരം വെറുതെയാകുമോ? ദൈവമേ. മുനി, എന്തു വരണം? വരം. വരം എന്ന് കേട്ടാൽ നിങ്ങൾക്ക് മരം ഒരു വരം എന്നറിയാം. പക്ഷെ എന്റേത് അങ്ങനെയല്ല. വർഷങ്ങളുടെ മഴയത്തും വെയിലത്തും ഒറ്റക്കാലിൽ ആടാതെ അനങ്ങാതെ നിന്ന് ഞാൻ നേടിയ വരം. എനിക്ക് മരണമില്ല. ഞാൻ ചിരഞ്ജീവിയാണ്. മരണം നീയൊക്കെ ചത്തു തൊലയൂടാ. ഞാൻ ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഞാനൊന്ന് ചിരിച്ചാൽ അപ്പൊ ഞാൻ കുഴഞ്ഞുകൊണ്ട് മരിക്കും. അതുകൊണ്ട് എപ്പോ ചിരി വന്നാലും എന്റെ ചിരിയെ ഞാൻ ഇതിലങ്ങോട്ട് പിടിച്ചു കെട്ടും. ഈ ഇരിക്കുന്ന ആളെ കണ്ടല്ലോ. ഇദ്ദേഹം ചിരിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ? ഉണ്ടോ? ഉണ്ട്, ഞാൻ ഉണ്ട്. അതുകൊണ്ട് എന്നെ ചിരിപ്പിക്കാൻ ശ്രമം നടത്തി പരാജയപ്പെടേണ്ട. ഞാൻ ചിരിക്കൂല. അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാനും അങ്ങോട്ട് പറയുന്നില്ല. അത്രേ ഉള്ളൂ. എന്തായാലും തപസ് മുടങ്ങി. നമ്മുടെ ദിവ്യദൃഷ്ടി ഉണർന്നു. നാം കാണുന്നു സൂര്യന്റെ സ്ഥാനം. നാം കാണുന്നു ചന്ദ്രന്റെ സ്ഥാനവും നാം കാണുന്നു. അതെ, ആ വിനാഴിക എത്തിയിരിക്കുന്നു. ആ വിനാഴിക, സൂര്യന്റെ സ്ഥാനം. ബിവറേജ് അടയ്ക്കാനായി. ആരെങ്കിലും ചില്ലറ എന്തെങ്കിലും തന്നാൽ? ഭഗവാൻ, മധു നിനക്ക് നിഷിദ്ധം. ഓ, മധുവല്ലേ നിഷിദ്ധം? നസീർ ആണെങ്കിൽ ഓക്കെയാണോടാ? കശരി തെണ്ടി. എപ്പോഴും ഞാൻ എന്ത് ചെയ്യാൻ നോക്കി നടക്കുക 24 മണിക്കൂർ. കയ്യിൽ കിട്ടുന്നെങ്കിൽ ഇടിച്ച് നിന്റെ ഷേപ്പ് മാറ്റാൻ അവനൊരു ഷേപ്പ് പോലും ഇല്ല. എന്ത് ചെയ്യും? ശരി, അപ്പൊ നിങ്ങളാരും അടിക്കില്ല. നിങ്ങളാരും എനിക്ക് പൈസയും തരില്ല. വേണ്ട, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോൺ എടുക്കൂ. ഫോൺ എടുത്തിട്ട് യൂട്യൂബിലേക്ക് പോകും. യൂട്യൂബിൽ പോയാൽ മുനിമാൻ മനുമുനി എന്ന യൂട്യൂബ് ചാനലുണ്ട്. വേറൊന്നുമല്ല, ഞാൻ യോഗ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തപസ് ഇതുപോലെ നിളകിയായിരുന്നു. അന്ന് ഓൺലൈൻ റമ്മി കളിച്ച് കയ്യിലെ പൈസയൊക്കെ തീർന്നു. ഇനി യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും. ഹരിവോ, മുടി നുളന്നിരിക്കുന്നു. ഓരോ തവണയും നമ്മുടെ തപസ് ഭംഗം വരുമ്പോൾ നമുക്ക് ഓരോ ദിവ്യ ദൃഷ്ടി വരാറുണ്ട്. ഓരോ കാഴ്ച ഞാൻ കാണും. ഇതുപോലെ ഒരിക്കൽ ഞാനൊരു കാഴ്ച കണ്ടു. വേൾഡ് ട്രേഡ് സെന്റർ തകർന്നടിയാൻ പോകുന്നു. അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ താടിക്കിട്ടൊരു തട്ട്. എന്നിട്ട് എന്തായി? തകർന്നില്ലേ? ബിൽഡിംഗാണാ? ബിൽഡിംഗ് അല്ലട മണ്ട, എന്റെ താടി. എന്റെ താടിക്കിട്ട് തട്ടിയ വേൾഡ് ട്രേഡ് സെന്റർ എങ്ങനെ തകരും? 500 വർഷം മുമ്പ് മനുഷ്യൻ മണ്ടൻ തന്നെ. 500 വർഷം കഴിഞ്ഞപ്പോഴും മനുഷ്യൻ മണ്ടൻ തന്നെ. പണ്ടൊക്കെ എത്ര വർഷം വേണമെങ്കിലും തപസ് ചെയ്യാറ്. ഒരു പെങ്കൊച്ചിന്റെ മണം കണ്ടു കഴിഞ്ഞാൽ അപ്പം കുട്ടിയുടെ പേര് ഭഗവാൻ, സ്ത്രീ നിനക്ക് നിഷിദ്ധം. എടാ, നിന്നെ ഇത് കൊല്ലുവാടാ ഞാൻ. 500 വർഷം മുമ്പ് പെണ്ണ് കിട്ടാത്തോണ്ടാണ് ഞാൻ തപസ്യായത്. തപസ്സും ചെയ്ത് വരവും കിട്ടി, ചത്ത് പണ്ടാരടങ്ങയില്ല. ഇത്ര വർഷം കഴിഞ്ഞ് ഒരു പെണ്ണിനെ തെറ്റാക്കാൻ വെച്ചപ്പോ പിന്നെ വന്നേക്കാ. എടാ, ഇനി നീ വാ തുറന്നാ ഞാൻ ചിരിച്ചിട്ട് ആത്മഹത്യ ചെയ്യും. വാ തുറന്നുകൊണ്ട് നീ. ഈ കാലഘട്ടത്തിലെ പെമ്പിള്ളേർക്കെല്ലാം എന്നെ പോലെ മുടിയും താടിയുള്ളവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ ഡേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ഞാൻ ഡേറ്റിങ്ങിന് പോയപ്പോഴത്തേക്കും ഓരോരോ ചോദ്യം. മുനി മാസം എത്ര സമ്പാദിക്കും? മുനിയുടെ PF എത്ര ഉണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടി എനിക്ക് ലൈഫ് ഇൻഷുറൻസ് മാത്രം ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്. അതെന്താ ലൈഫ് ഇൻഷുറൻസ് ഇല്ലാത്ത? എന്താ? വീണ്ടും മണ്ടൻ. എടോ, മരിക്കാത്ത എനിക്ക് എന്തിനാണോ ലൈഫ് ഇൻഷുറൻസ്? ബാക്കി എല്ലാം ഉണ്ട് എനിക്ക്. ബാക്കി എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം എല്ലാം ഉണ്ടോ? പെണ്ണുണ്ടോ? എടാ, നീ ഒരുത്തൻ കാരണമാണ് ഈ കൊച്ചു പയ്യൻ വരെ എന്നെ കളിയാക്കുന്നത്. എല്ലാ പെൺപിള്ളേരും പറയും എനിക്ക് തപസ് ചെയ്തിട്ടാണ് ഈ പയ്യനെ കിട്ടിയത്. എന്നാൽ ശരിക്കും തപസ് ചെയ്യുന്ന ഒരുത്തനെ നിങ്ങൾക്ക് വേണ്ട അല്ലേ? അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ചാവൂല, പണിക്ക് പൊക്കോളാം,
അവസാനം വരെ നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളാം. ആരെങ്കിലും എന്നെ വിവാഹം കഴിക്കാൻ ഒരു ജീവിതം എനിക്ക് തന്നൂടെ? 500 വർഷമായിട്ട് നിത്യ കന്യകനാണ്. ആരെങ്കിലും? ആരുമില്ല, ആരുമില്ല. വേണ്ട, എന്നാ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പോട്ടെ. അതും പറ്റൂല, പറ്റൂല, പറ്റൂല. ഇനി നമ്മുടെ വ്രതം ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ നീയൊക്കെ ഒരു കാലത്ത് പെണ്ണ് കെട്ടാതെ ചാവൂടാ. നമ്മുടെ തപസ്സിന് സമയമായി. ഹരിവോ.